നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. +2 ഫിസിക്സ് നമുക്ക് എസ് എ ചോദ്യങ്ങൾ ഒരു 15 മാർക്കോളം എസ് എ ചോദ്യങ്ങൾ കിട്ടുന്നതാണ്. മാത്രമല്ല 4 മാർക്കിനും ഒക്കെ കൂട്ടിയിട്ട് ഒരു 10-20 മാർക്ക്, 10-25 മാർക്ക് അല്ലെങ്കിൽ 30 മാർക്ക് വരെ എസ് എയുടെ ഒരു ഡിവിഷനായിട്ട് നമുക്ക് കൂട്ടാം. 4-5 മാർക്ക്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു 10 ആവർത്തിച്ച് ചോദിക്കുന്ന 10-20 കൊല്ലത്തിൽ കൂടുതൽ ഹയർ സെക്കൻഡറിയിൽ ആവർത്തിച്ച് ചോദിക്കുന്ന, എന്നാൽ ഈ വർഷം ചോദിക്കാൻ വളരെയധികം ചാൻസ് ഉള്ള 10 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിനെ കുറിച്ചാണ് ഫിസിക്സ്. അന്നേരം നമുക്ക് അത് ഒരു എസ് എ രൂപത്തിൽ അത് ഏതൊക്കെയാണ് എന്നും ഏതൊക്കെ ചാപ്റ്റർ ആണെന്നും വളരെ വ്യക്തമായിട്ട് പറയാം. ഷോർട്ട് വീഡിയോ ആണ്, പെട്ടെന്ന് കാണുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇങ്ങനെയുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കിട്ടും. എല്ലാ സബ്ജക്റ്റിൻ്റെയും മാക്സിമം ഷെയർ ചെയ്യുക. ആദ്യത്തെ നമ്പർ 1, ആദ്യത്തെ ചാപ്റ്റർ അതൊന്ന് ഗോസസ് തിയറവും പ്രൂഫും 3 ആപ്ലിക്കേഷൻസും പല രീതിയിലും 4 മാർക്കിന്റെ 5 മാർക്കിന്റെയും ക്വസ്റ്റ്യൻ ആണ്. അത് നന്നായിട്ട് പഠിക്കുക. ഗോസസ് തിയറം, പ്രൂഫ്, 3 ആപ്ലിക്കേഷൻ. രണ്ടാമത്തെ ചാപ്റ്ററിനകത്ത് കപ്പാസിറ്റേഴ്സ് ഇൻ സീരീസ് ആൻഡ് പാരലും പാരൽ പ്ലേറ്റ് കപ്പാസിറ്ററും മോഡലിൽ ഉൾപ്പെടെ ചോദിച്ചതാണ്. ഇനിയും ചോദിക്കാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. 4 മാർക്കും 5 മാർക്കും സബ് ഡിവിഷൻ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാം. മൂന്നാമത്തെ ചാപ്റ്ററിനകത്ത് കിർച്ചോഫ് ലോയും വീൻസ്റ്റൺ ബ്രിഡ്ജും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആ ചാപ്റ്റർ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ലെങ്തി ക്വസ്റ്റ്യൻ, ലോങ് ആൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് തന്നെ വീൻസ്റ്റൺ ബ്രിഡ്ജാണ്. അതിന് കിർച്ചോഫ് ലോസും ജംഗ്ഷൻ റൂളും മെഷ് റൂളും വീൻസ്റ്റൺ ബ്രിഡ്ജ് കൂടെ നിങ്ങൾ പഠിക്കുക. കാരണം കിർച്ചോഫ് ലോ അറിയാമെങ്കിൽ വീൻസ്റ്റൺ ബ്രിഡ്ജ് പഠിക്കാൻ പറ്റും. നാലാമത്തെ ചാപ്റ്ററിൽ ഉറപ്പിച്ച് ചോദിക്കാവുന്ന ചോദ്യമാണ് ബയോട്ട് സാവാർട്ട്സോയുടെ സർക്കുലർ ലൂപ്പും ആംബിയർ സർക്യൂട്ട് തീർന്നതിനകത്ത് 2 ആപ്ലിക്കേഷൻ ആണ്, ലോങ് സോളിനോയിഡും അതുപോലെ തന്നെ ലോങ് സ്ട്രിക് കണ്ടക്ടറും. മോഡലിൽ ചോദിച്ചുകൊണ്ട് മൂവിംഗ് കോയിൽ ഗാലനോമീറ്ററോടെ നിങ്ങൾ കരുതിയേക്കുക, പഠിക്കുക. 5ാമത്തെ ചാപ്റ്ററിൽ നിന്നും 6ാമത്തെ ചാപ്റ്ററിൽ നിന്നും അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ യാതൊരു സാധ്യതയില്ല. 7ാമത്തെ ചാപ്റ്റർ എ സിന്ന് LCR സർക്യൂട്ടും ഇമ്പിഡൻസും പവർ ഫാക്ടറും നിർബന്ധമായിട്ടും പഠിക്കുക. 8 ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൽ നിന്നും ചോദിക്കാൻ ചാൻസ് ഇല്ല. 9 റേ ഒപ്റ്റിക്സിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അതിൽ ഏറ്റവും പ്രത്യേകത അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്നത് റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസവും ലെൻസ് മേക്കേഴ്സ് ഫോർമുലയും സിമ്പിൾ മൈക്രോസ്കോപ്പും കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. ഇനി 10ാമത്തെ വേവ് ഒപ്റ്റിക്സിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കുന്നത് വേറെ ഒന്നുമല്ല, പ്രൂഫ് ഓഫ് ഹൈജീൻസ് പ്രിൻസിപ്പിൾ. അത് റിഫ്ലക്ഷൻ വെച്ച് പ്രൂവ് ചെയ്യുന്ന എസ്സേ. 11, 12, 13 എസ്സേകളായിട്ട് ചോദിക്കാനില്ല. 14 സെമി കണ്ടക്ടറിനകത്തുനിന്ന് റെക്ടിഫയർ, ഹാഫ് വേ റെക്ടിഫയർ, ഫുൾ വേ റെക്ടിഫയർ, അതിൻ്റെ പടം, സർക്യൂട്ട് ഡയഗ്രാം, അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ച ഒരുപക്ഷെ 4 മാർക്കും 5 മാർക്കിന് ഇത് ഈ ചോദ്യങ്ങൾ വളരെ ഉപകാരപ്പെടുമെന്നുള്ളതിൽ സംശയം വേണ്ട. ഇതുപോലെ 2 മാർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 മാർക്കും 3 മാർക്കും നമുക്ക് ചെയ്യാം. ഓക്കെ, അന്നേരം മാക്സിമം ഷെയർ ചെയ്യുക. ആദ്യം കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നന്നായിട്ട് പഠിക്കുക. ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിനകത്ത് നോട്ട്സും കാര്യങ്ങളും ഒക്കെ ഇടുന്നുണ്ട്. സിമ്പിളായിട്ട് നിങ്ങൾ പഠിക്കുക. കെമിസ്ട്രി ആയാലും മാത്സ് ആയാലും ഫിസിക്സ് ആയാലും എല്ലാ സബ്ജക്റ്റും ഇതുപോലെ നിങ്ങൾക്ക് കിട്ടും. നെവർ എവർ ഗിവ് അപ്പ്.